ഞാനിന്ന് നമ്മുടെ NDA നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷനോട് ഒരു കാര്യം ചോദിച്ചു. എത്ര മണിക്കാണ് അങ്ങ് പ്രവർത്തനം തുടങ്ങുന്നതെന്ന് ചോദിച്ചു. ഞാൻ VD സതീശനോടും ഒക്കെ മുഖ്യമന്ത്രിയോടൊക്കെ ഈ കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു രാവിലെ 8 മണിക്ക് മുമ്പ് തന്നെ സജീവമായി നമ്മൾ മണ്ഡലത്തിൽ ഇറങ്ങുകയാണ്. അപ്പോൾ വീടാന്തരം കയറി ഇറങ്ങുള്ള പ്രവർത്തനം ചോദിക്കലൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് നിർത്തി വെച്ചേ പറ്റൂ. പിന്നീട് അവർ ഉച്ച കഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും മാത്രമേ ഇത് ആരംഭിക്കാൻ പറ്റൂ. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിന് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കണം. ഒരു 7-ാം തീയതി ആകുമ്പം കുട്ടിക്കലാശമാകും. അപ്പോൾ അതുകൊണ്ട് ഈ വീടുകൾ കയറാനുള്ള സമയം അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്രയും വലിയ ചൂട്, പ്രത്യേകിച്ച് ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ 36 മുതൽ 38 ഡിഗ്രി വരെ സെൽഷ്യസ് ചൂട് പോകുന്ന ഈ സമയത്ത് ഈ പരസ്യ സംവാദങ്ങൾക്ക് ഏറ്റവും വലിയ സാധ്യത, കേരളം പോലെ പ്രവചനാതീതമായ കാലാവസ്ഥയുള്ളൊരു സംസ്ഥാനത്ത്, ഇത്രയും ചൂടിന് സാധ്യതയുള്ളൊരു സംസ്ഥാനത്ത് ഇത്രയും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ വോട്ടേഴ്സിൻ്റെ ഇടയിൽ കഴിയാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കെ ഈ പരസ്യ സംവാദം നല്ലൊരു സൂചനയാണ്. അത് നടക്കുന്നത് നല്ലതാണ്. കാരണം ജനങ്ങൾക്ക്, കാരണം ഇവർക്കിപ്പം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇത്തരമൊരു സംവാദത്തിൽ നേർക്കുനേർ വന്നാലും അവരെത്രയോ പ്രാവശ്യം നിയമസഭയിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്, പരസ്പരം സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇവർ ഏത് രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനമാണ് നടത്താൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതിലൂടെ ജനങ്ങൾക്ക് ഇത് ഒരുപക്ഷെ നമ്മുടെ വർത്തമാനകാലത്ത് നമ്മൾ ഉയർന്നു കേൾക്കുന്ന വിവാദങ്ങൾക്കപ്പുറം ഇവർ ഈ ചെയ്തു വെച്ച 10 കൊല്ലക്കാലത്തെ ഭരണ നേട്ടം എന്ന് പറയുന്നത് ശരിക്കും അത് ജനങ്ങളിൽ എത്തിയോ? അതല്ല ഇവർക്ക് അതിലും വലിയൊരു ഭരിച്ചു മുടിച്ചു എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ വരും കാലത്തേക്ക് വയ്ക്കാൻ, അല്ലെങ്കിൽ അടുത്ത 5 കൊല്ലത്തേക്ക് വയ്ക്കാൻ ഒരു ബദൽ പദ്ധതി ഇവരുടെ കയ്യിലുണ്ടോ എന്ന് ജനങ്ങൾക്ക് പരിശോധിക്കാനും പറ്റിയ സമയമായിരിക്കും. അതുകൊണ്ടൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ സംവാദത്തിന് തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിലവർക്കൊരു രാഷ്ട്രീയമായ മഹാമനസ്കത ഉണ്ടാകണം എന്നുകൂടി ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ P. രാജീവൻ പറയുന്നത് ഈ പറയുന്ന SDP കൊണ്ടുവരുന്നത് വികസനം ചർച്ച ആവാതിരിക്കുക എന്നുള്ളതാണല്ലോ. ആദ്യം മുതൽ തന്നെ വികസനം ചർച്ചയാക്കാൻ LDF നോക്കുമ്പോഴൊക്കെ മറ്റു വിഷയങ്ങൾ പെട്ടുപോകുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല കാര്യം അപ്പോൾ എന്ന് പറഞ്ഞാൽ LDFന് ഇത് ഏറ്റവും നല്ല സുവർണാവസരമാണ് എന്ന് പറഞ്ഞാൽ ഒരു ചർച്ചയ്ക്ക് വഴിതുള്ളൂ. ഇനി എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും എത്ര ടൈറ്റ് ഷെഡ്യൂളാണെന്നോ, ഇപ്പോൾ നിയമസഭയിലെ ചർച്ചയാണെങ്കിൽ പലരും ചെതറിപ്പോകുന്ന ചർച്ചയാണ്. ഇത് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ഗംഭീരമല്ലേ? ഈ ചർച്ചയിലേക്ക് ഇറങ്ങാൻ രണ്ടുപേരും ഒരേപോലെ ബാധ്യസ്ഥരാകും. അങ്ങനെ ചർച്ച ഉണ്ടാകട്ടെ. അങ്ങനെ മുക്കുമൂലയിലേക്ക് ചെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അവർ ചെയ്ത കാര്യങ്ങളും അവർ ചെയ്യാത്ത കാര്യങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്താനാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.